ഇയ്യോബ് അദ്ധ്യായം 6. അതിന് ഇയ്യോബ് ഉത്തരം പറഞ്ഞു, എൻ്റെ വ്യസനം ഒന്ന് തൂക്കി നോക്കിയെങ്കിൽ എനിക്ക് സംഭവിച്ചത് ഒരുമിച്ച് തുലാസിൽ വച്ചെങ്കിൽ അത് കടൽ തീരത്തെ മണലിനേക്കാൾ ഭാരമേറിയത്. അതിനാൽ എൻ്റെ വാക്ക് തടസ്സപ്പെടുന്നു. സർവശക്തൻ്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു. അവയുടെ വിഷം എൻ്റെ ജീവൻ കുടിക്കുന്നു. ദൈവത്തിൻ്റെ ഘോരത്വം എൻ്റെ നേരെ അണിനിരന്നിരിക്കുന്നു. പുല്ലുള്ള സ്ഥലത്ത് കാട്ടുകഴുത എന്തിനു കരയണം? വൈക്കോൽ തിന്നുമ്പോൾ കാള ശബ്ദം പുറപ്പെടുവിക്കുന്നത് എന്തിന്? രുചിയില്ലാത്തത് ഉപ്പ് കൂടാതെ തിന്നാമോ? മുട്ടയുടെ വെള്ളയ്ക്ക് എന്തെങ്കിലും രുചിയുണ്ടോ? അത് എനിക്ക് വെറുപ്പായി. എൻ്റെ പോരാട്ടം മദ്യപൻ്റേതുപോലെയായിരിക്കുന്നു. എൻ്റെ അപേക്ഷ ദൈവം സാധിച്ചെങ്കിൽ, എൻ്റെ പ്രത്യാശ ദൈവം എനിക്ക് നൽകിയെങ്കിൽ, എന്നെ അവസാനിപ്പിക്കുവാൻ ദൈവം പ്രസാദിച്ചെങ്കിൽ, തൃക്കൈ നീട്ടി എനിക്ക് അന്ത്യം വരുത്തിയിരുന്നെങ്കിൽ അത് എനിക്ക് ആശ്വാസമാകുമായിരുന്നു. കഠിനവേദനയിലും ഞാൻ ഉല്ലസിക്കുമായിരുന്നു. പരിശുദ്ധൻ്റെ വചനങ്ങളെ ഞാൻ നിഷേധിച്ചിട്ടില്ലല്ലോ. ഞാൻ പ്രത്യാശിച്ചിരിക്കുവാൻ എനിക്ക് ശക്തിയുണ്ടോ? ദീർഘക്ഷമയോടിരിപ്പാൻ എൻ്റെ അന്ത്യം എന്ത്? എൻ്റെ ബലം കല്ലിൻ്റെ ബലമായിരുന്നെങ്കിൽ, എൻ്റെ മാംസം താമ്രമായിരുന്നെങ്കിൽ, തൻ്റെ സഹായം എന്നിൽ ഇല്ലാതായി, രക്ഷ എന്നെ വിട്ടുപോയിരിക്കുന്നു. ദുഃഖിതനോട് ദയ കാണിക്കാത്ത സ്നേഹിതൻ അവന് സർവശക്തനോടുള്ള ഭക്തി ത്യജിക്കും. എൻ്റെ സഹോദരന്മാർ വെള്ളപ്പാച്ചിൽ പോലെ എന്നെ ചതിച്ചു. അവർ വറ്റിപ്പോകുന്ന തോടുകളുടെ ചാൽ പോലെ അത്രേ. മഞ്ഞുകൊണ്ട് അവർ ഭീതരാകുന്നു. ഹിമം അവയിൽ ഉരുകി കാണാതെ പോകുന്നു. ചൂടുകൊണ്ട് അവ ഉരുകിപ്പോകുന്നു. ചൂട് ആകുമ്പോൾ അവ അവിടെ നിന്ന് പോയിപ്പോകുന്നു. പാതകൾ വളഞ്ഞു പോകുന്നു. അവൻ മരുഭൂമിയിൽ ചെന്ന് നശിച്ചു പോകുന്നു. ദക്ഷിണ ദേശപാതകൾ അവർ നോക്കുന്നു. ശബയുടെ പാതകൾ അവർക്കായി പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷിച്ചത് കിട്ടാതെ അവർ ലജ്ജിക്കുന്നു. അവിടത്തോളം ചെന്ന് ലജ്ജിച്ചു പോകുന്നു. നിങ്ങളും ഇപ്പോൾ അതുപോലെയായി. ആപത്ത് കാണുന്നതിനു മുമ്പ് നിങ്ങൾ ഭയപ്പെട്ടു. എനിക്ക് തരുവിൻ, നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് എനിക്ക് വേണ്ടി സമ്മാനം കൊടുപ്പിൻ. പീഡകരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കുവിൻ. ശക്തരുടെ കയ്യിൽ നിന്ന് എന്നെ വീണ്ടെടുപ്പിൻ എന്നിങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എന്നെ ഉപദേശിപ്പിൻ, ഞാൻ മൗനമായിരിക്കാം. ഞാൻ ഏതിൽ തെറ്റ് ചെയ്തുവെന്ന് എനിക്ക് ബോധം വരുത്തുവിൻ. സത്യമായ വാക്കുകളെ നിങ്ങൾ എന്തിനു ഞെരുക്കുന്നു? ശാസിപ്പാനോ ബോധം വരുത്തുവാനോ ആരുണ്ട്? വാക്കുകളെ ശാസിപ്പാൻ നിങ്ങൾ വിചാരിക്കുന്നുവോ? എൻ്റെ വാക്കിൻ്റെ നിശ്വാസം മൂലം നിങ്ങൾ തിരിച്ചറിയണം. അനാഥനെതിരെ നിങ്ങൾ ആരവം വയ്ക്കുന്നു. നിങ്ങളുടെ സ്നേഹിതനെ നിങ്ങൾ
പ്രസാദിപ്പിക്കുന്നു. ഇപ്പോൾ ദയ ചെയ്ത് എന്നെ ഒന്ന് നോക്കുവിൻ. ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി വ്യാജം പറയുകയില്ല. ഒന്നുകൂടി നോക്കുവിൻ. നീതികെട്ടവരെ പോലെയാകരുത്. പശ്ചാത്താപിക്കുവിൻ, കുറ്റമറ്റവരാകുവിൻ. എൻ്റെ നാവിൽ അനീതിയുണ്ടോ? എൻ്റെ വായ് സത്യമല്ലോ സംസാരിക്കുന്നത്? ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.